ലോകരക്ഷിതാവായ യേശുക്രിസ്തു എങ്ങനെയാണ് ജനിച്ചത് എന്നതാണ് ഈ കഥ. ഈ കഥ നസറേത്ത് എന്നൊരു സ്ഥലത്താണ് ആരംഭിക്കുന്നത്. അഗുസ്തോസ് കൈസർ റോമ ചക്രവർത്തിയും മഹാനായ ഹെറോദാവ് യഹൂദ രാജാവുമായിരുന്ന കാലത്ത് ദൈവം ഗബ്രിയേൽ ദൂതനെ നസറേത്ത് എന്ന പട്ടണത്തിൽ ഒരു കന്യകയുടെ അടുക്കൽ അയച്ചു. അവളുടെ പേർ മറിയ എന്നായിരുന്നു. ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു: കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യയെന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. പിന്നീട് ഗബ്രിയേൽ മറിയയെ വിട്ട് സ്വർഗത്തിലേക്ക് തിരിച്ചുപോയി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മറിയ ഗർഭിണിയായി. അക്കാലത്ത് ഒരു പെൺകുട്ടി വിവാഹത്തിന് മുമ്പ് ഗർഭം ധരിക്കുന്നത് അപൂർവമായിരുന്നു. എന്നിരുന്നാലും മറിയ നടന്നതെല്ലാം യോസഫിനോട് പറഞ്ഞു. ദൈവദൂതനെയും ദൈവഹിതത്തെയും അവർക്ക് ജനിക്കാൻ പോകുന്ന മകനെയും കുറിച്ച്. യോസേഫ് ഒരു നല്ല മനുഷ്യനായിരുന്നു. അയാളെല്ലാം സ്വീകരിച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞ് അയാൾ അവളെ വിവാഹം കഴിച്ചു. അക്കാലത്താണ് കൈസർ രാജാവ് ജനസംഖ്യാ കണക്കെടുക്കാൻ പ്രഖ്യാപിച്ചത്. ആ രാജ്യത്തെ എല്ലാ പ്രജകളുടെയും എണ്ണം എടുക്കണമെന്നും അത് രേഖയാക്കണമെന്നും അയാൾ ആഗ്രഹിച്ചു. യോസേഫ് ബെത്ലഹേമ്യനായതുകൊണ്ട് അയാൾക്ക് അവിടെ ചെന്ന് കണക്ക് രേഖപ്പെടുത്തേണ്ടി വന്നു. നസറത്തിൽ നിന്ന് ബെത്ലഹേമിലേക്ക് ഒരുപാട് ദൂരമുണ്ടായിരുന്നു. ബെത്ലഹേമിലേക്ക് വളരെ നീണ്ട ബുദ്ധിമുട്ടുള്ള ഒരു യാത്രയ്ക്ക് യോസേഫും മറിയയും തയ്യാറായി. ആ യാത്രയിൽ മാതാവിന് പ്രസവ സമയമായി. നീ ഇവിടെ ഇരിക്കൂ, ഞാനൊരു സ്ഥലം കണ്ടുപിടിക്കട്ടെ. എന്റെ ഭാര്യയ്ക്ക് പ്രസവ സമയം അടുത്തു. നിങ്ങൾ വേറെ എവിടെയെങ്കിലും അന്വേഷിക്കൂ. അവർ സത്രത്തിൽ സ്ഥലം അന്വേഷിച്ചു, കിട്ടിയില്ല. മറ്റു ഭവനങ്ങളിൽ അന്വേഷിച്ചു, കിട്ടിയില്ല. മറിയയ്ക്ക് പ്രസവത്തിനുള്ള സമയമായി. അവൾക്കും കുഞ്ഞിനും സുരക്ഷിതമായ ഒരു സ്ഥലം അത്യാവശ്യമായിരുന്നു. യോസേഫും മറിയയും എല്ലാ പ്രതീക്ഷയും കൈവിടിഞ്ഞു. എല്ലായിടവും അന്വേഷിച്ച ശേഷം പശുക്കൾക്കായി ഉണ്ടാക്കിയൊരു തൊഴുത്ത് കണ്ടു. അവിടെ ധാരാളം പുതിയ വൈക്കോലുണ്ടായിരുന്നു. യോസേഫ് ആ വൈക്കോൽ ഉപയോഗിച്ച് മറിയയ്ക്ക് ഒരു കിടക്കയുണ്ടാക്കി. രാത്രി കുറെ കഴിഞ്ഞപ്പോൾ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നു രജപാലകർ. ദേവനാദം കേട്ടു ആമോദരാ. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ
ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദരാ. വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. മാതാവ് ഈശോയെ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ ബേഥലേം തന്നിൽ വന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ ബേഥലേം തന്നിൽ വന്നു. രാജാതിരാജന്റെ പൊൻതിരുമേനി അവർ കാലിത്തൊഴുത്തിൽ കണ്ടു. പൗരസ്ത്യദേശത്ത് നിന്നു വന്ന 3 രാജാക്കന്മാർ. അവരും ഉണ്ണിയെ തേടി ജെറുസലമിലെത്തി. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. ദൂരെ നിന്നു ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. കിഴക്ക് അവർ കണ്ട ആ നക്ഷത്രം, അത് അവർക്ക് മുന്നേ നീങ്ങിക്കൊണ്ടിരുന്നു. അവർ കുമ്പിട്ട് ആരാധിക്കുകയും പൊന്ന്, മീറ, കുന്തിരിക്കം എന്നിവ കാഴ്ചയർപ്പിക്കുകയും ചെയ്തു. ദയവായി ഞങ്ങളുടെ കാഴ്ചദ്രവ്യങ്ങൾ സ്വീകരിച്ചാലും.